ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 2 തിമോത്തീസ് 2 അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. 2 തിമോത്തി 2 അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക. എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവര ശക്തി സ്വീകരിക്കുക. അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ച് എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ദൈവവചനം കേട്ടിട്ട് നമ്മൾ ആ ദൈവവചനം കേട്ട വ്യക്തികളായി മാത്രം നിൽക്കാതെ ഇത് കേട്ട വചനം പഠിപ്പിക്കാൻ കഴിവുള്ളവരിലേക്ക് ഇത് പകരണം. അത് വലിയൊരു ഗൗരവതരമായ ഒരു ഉത്തരവാദിത്വം. ഇത് പകരണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന വളരെ ഗൗരവതരമായൊരു ഉത്തരവാദിത്വമാണ്. എല്ലാവരുടെയും, ഈ ധ്യാനിപ്പിക്കുന്നവരുടെയോ പ്രസംഗിക്കുന്നവരുടെയോ മാത്രമല്ല. അത് നമ്മൾ കൃത്യം 2 തിമോത്തി 2 അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ അത് വളരെ വ്യക്തമായി പറയുകയാണ്. ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, പഠിപ്പിക്കാൻ ശേഷിയുള്ള വിശ്വസ്തരായ, അത് ഈ വചനത്തോട് കൂറുപുലർത്തുന്ന, വചനം ജീവിതമാക്കി മാറ്റുന്ന വിശ്വസ്തരായ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ശുശ്രൂഷനെ പറ്റിയോ വചനം പറയുന്നതിനെ പറ്റി പറഞ്ഞാൽ ചോടുന്നവരായിരിക്കില്ല. അങ്ങനെ ഭയപ്പെടുന്ന ഭീരുക്കളെ ഈശോയ്ക്ക് ആവശ്യമില്ല, ദൈവരാജ ശുശ്രൂഷകൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് വിശ്വസ്തയോടെ ധൈര്യമായി നിൽക്കുന്ന കഴിവുള്ളവർക്ക് പകർന്നു കൊടുക്കാനാണ് വചനം പറയുന്നത്. അത് നമ്മൾക്ക് ഇച്ചിരി ക്ലാരിറ്റി ഉണ്ടാകണമെങ്കിൽ 1 തെസ്സലോനിയൻസ് 2 അധ്യായം അതിൻ്റെ 4 വചനം കൂടി ഒന്ന് ചേർത്ത് വെച്ച് ധ്യാനിക്കണം. 1 തെസ്സലോനിയൻസ് 2 അധ്യായത്തിന് 4 വചനം. സുവിശേഷം ഫലമേൽപ്പിക്കാൻ യോഗ്യരെന്ന് കണ്ടതുകൊണ്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാനല്ല, പിന്നെയോ തങ്ങളുടെ തന്നെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സുവിശേഷ വേല ചെയ്യുന്നത്. ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല. മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ വേണമെങ്കിൽ നമുക്ക് അവരെ സുഖിപ്പിച്ച് സന്തോഷിപ്പിച്ച് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അവരെ കെട്ടുകഥകളും ഉപകഥകളും തമാശയൊക്കെ കൂട്ടിച്ചേർത്ത് വലിയൊരു ആനന്ദത്തിൽ പറയിപ്പിക്കാനും പറയാനും ഒക്കെ കഴിയും. വലിയൊരു ആസ്വാദക ബൃന്ദത്തെ രൂപപ്പെടുത്തത്തക്കവത്തിൽ പറയാൻ കഴിയും. എന്നാൽ ഈ സുവിശേഷം ഫലമേൽപ്പിക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ച അനുസരിച്ചാണ് ഓരോ വ്യക്തിയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാനല്ല, പിന്നെയോ തങ്ങളെ തിരഞ്ഞെടുത്ത തങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന. കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ ചലനവും സ്പന്ദനവും അറിയുന്ന, എൻ്റെ വികാരങ്ങൾ അറിയുന്ന എൻ്റെ ദൈവം എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് മുമ്പിൽ ഞാൻ വ്യാപരിക്കുന്നതിന് വേണം, ചരിക്കുന്നതിന് വേണ്ടി, ഞാൻ സഞ്ചരിക്കുന്നതിൻ്റെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് 1 തിമോത്തി 1 അധ്യായത്തിൻ്റെ 12 വചനം കൂടി ഒന്ന് ചേർത്ത് വെച്ച് നമുക്ക് ധ്യാനിക്കണം. 1 തിമോത്തി 1:12. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ വിളിച്ചതുകൊണ്ട് അവിടുന്ന് എന്നെ വിശ്വസ്തനായി കണക്കാക്കി. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള വിളി, ദൈവവചനം പറയാനുള്ള വിളി, ദൈവവചനം പകർന്നു കൊടുക്കാനുള്ള വിളി എന്ന് പറഞ്ഞത്, ഇത് അനേകർക്ക് വേണ്ടി പകർന്നു കൊടുക്കാനുള്ള വിളി എനിക്ക് നിലനിൽപ്പിൻ്റെ വരവെനിക്ക് ആവശ്യമുണ്ട്. പക്ഷേ തൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവം എന്നെ വിളിച്ചത് കൊണ്ട് അവിടെ തന്നെ വിശ്വസനായി കണക്കാക്കി. ഞാൻ അവൻ്റെ വചനത്തോട്, അവനോട്, അവൻ്റെ സംവിധാനങ്ങളോട്, ക്രമീകരണങ്ങളോട് ഞാൻ പുലർത്തുന്ന വ്യക്തിയാണെന്ന് ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ടാണ്, പുലർത്തുമെന്ന് ഒരു വിശ്വാസമുള്ളത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ ഒരു പൊസിഷൻ നിർത്തിയിരിക്കുന്നത്. അത് വളരെ അല്പം കൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാകാനും മർക്കോസ് സുവിശേഷത്തിലെ 3 അധ്യായത്തിൻ്റെ 13 മുതലുള്ള വചനങ്ങളെ പറയുന്നുണ്ട്. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ എൻ്റെ അടുത്തേക്ക് വിളിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? തന്നോട് കൂടെ ആയിരിക്കാൻ പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും അധികാരം നൽകുന്നതിനാണ് വിളിച്ചത്. കൂടെ ആയിരിക്കണം. ഇന്നിപ്പോൾ അവനോട് കൂടെ ആയിരിക്കണേൽ എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധ കുർബാനയോട് കൂടെ ആയിരിക്കണം, അവൻ്റെ വചനത്തോടു കൂടെ ആയിരിക്കണം, അവൻ്റെ സ്വഭാവത്തോടു കൂടി ആയിരിക്കണം. അങ്ങനെയെങ്കിലേ ഇന്ന് നമുക്ക് അവൻ്റെ കൂടെ ആയിരിക്കാൻ കഴിയുള്ളൂ. തന്നോട് കൂടെ ആയിരിക്കുവാനും, തന്നോട് കൂടെ ആയിരിക്കുകയാണ് ഏറ്റവും പ്രധാനമാണ്. പ്രസംഗിക്കാൻ അയക്കുന്നതിന് നമ്മൾ മുമ്പേ കണ്ടു. പ്രസംഗിക്കാൻ അയക്കാൻ തക്കതായ പക്വതയും വിവരവും ജ്ഞാനമുള്ളവർക്ക് ഈ വചനം പറഞ്ഞു കൊടുക്കണം, പകർന്നു കൊടുക്കണം നമ്മൾ കണ്ടു. കൂടെ ആയിരിക്കാൻ, വചനം പ്രസംഗിക്കാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. ഈ ആദ്യം നടന്ന സംഗതികളൊക്കെ നടക്കുമ്പോൾ തന്നെ അതിസ്വാഭാവികമായിട്ട് പിശാചുക്കൾ ദൈവവചനത്തിൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട്, പ്രസംഗിക്കുന്നത് കൊണ്ട് തന്നെ പിശാചുക്കൾ സ്വയം ബഹിഷ്കരിക്കപ്പെടും എന്നുള്ളത് സത്യമാണ്. ശരിക്കും ഇത് എല്ലാം ഉപേക്ഷിച്ച് ഗുരുവിനെ അനുഗമിക്കുകയാണ്. വിളി ലഭിച്ചു കഴിയുമ്പോൾ വഞ്ചിയും വള്ളവും പിതാവിനെയും സകലതും ഉപേക്ഷിച്ച് അവനെ അനുഗമിക്കുന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുന്നത്. അത് റോമർ 8:1-2 വചനം പറയുന്നുണ്ട്.
ആകയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ശിക്ഷാവിധിയില്ല. അവൻ്റെ ശിഷ്യത്വത്തോട് അവൻ്റെ വചനത്തോട് ഐക്യപ്പെട്ടവർക്ക് ശിക്ഷാവിധിയില്ല. അങ്ങനെയെങ്കിൽ റോമ 8:2 പറയുന്നു, അങ്ങനെയെങ്കിൽ ഞാൻ ഐക്യപ്പെട്ട വ്യക്തിയാണ്, ശിഷ്യത്തിലേക്ക് വിളി സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം എന്നെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും കെട്ടുപിടഞ്ഞ് കിടക്കുന്ന എൻ്റെ എല്ലാ മാനുഷിക ബന്ധനങ്ങൾ എന്നെ വിടുവിക്കുന്ന വചനം പറഞ്ഞത്. അതുകൊണ്ട് ഈ കേട്ട വചനം വളരെ ഡീപ്പായി ധ്യാനിക്കുവാനും ഇതിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാനും അതനുസരിച്ച് ഒരു ജീവൻ നയിക്കാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.